നമസ്കാരം. നാം ഏവരും സാധാരണയായി പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്നതായ ഒരു കാര്യം തന്നെയാണ് ഉപ്പിനെ കാണുന്നതും അവയുടെ ശബ്ദം കേൾക്കുന്നതും അതിവിശേഷം തന്നെയാകുന്നു എന്ന്. ചകോരം, ഈശ്വരൻ കാക്ക എന്നിങ്ങനെ പല നാമങ്ങളിൽ അറിയപ്പെടുന്ന ദൈവിക പക്ഷി കൂടിയാണ് ഇത്. എന്നാൽ മിക്കവാറും ഏവർക്കും ഉള്ള ഒരു അനുഭവമാണ് ഇവയെ കാണുകയും ഇവയുടെ സ്വരം, ശബ്ദം കേൾക്കുന്നു എന്നിരുന്നാൽ പോലും പ്രത്യേകിച്ച് ഫലം ലഭിക്കാത്തതായ അവസ്ഥ. ഇത് എന്തുകൊണ്ടാണ് എന്നും ഫലം പൂർണ്ണമായും ലഭിക്കാൻ നാം അന്നേ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഇവയെ കാണുന്നത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാക്കുന്നു. കിഴക്ക് ദിശയിലാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഏറ്റവും ശുഭകരമായ ചില വാർത്തകൾ കേൾക്കും എന്നാണ് പറയുക. എന്നാൽ ഏത് ദിശയിൽ നിന്നും കരഞ്ഞാലും ശുഭഫലം തന്നെയാണ് വന്നു ചേരുക. കിഴക്ക് ദിശയിലാണ് എങ്കിൽ ഇവയെ കാണുകയാണ് എങ്കിൽ കൂടുതൽ ശുഭവാർത്തകൾ കേൾക്കും എന്നാണ് പറയുക. തെക്ക് ദിശയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ബന്ധുവിന്റെ ആഗമനം, ഗസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിൽ ചില വ്യക്തികൾ വീടുകളിലേക്ക് വന്നു ചേരും എന്നാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുക. കൂടാതെ ചില നേട്ടങ്ങൾ, കൂടാതെ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരുന്നു എന്ന സൂചന തന്നെയാകുന്നു. പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ മംഗളകരമായ കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കും എന്ന സൂചന തന്നെയാകുന്നു. മംഗളകരമായ കാര്യങ്ങൾ പ്രധാനമായും ആ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെയാണ് എങ്കിലും കടന്ന് വരാവുന്നതാണ്. അത്തരം ചില സൂചനകളാകുന്നു. എന്നാൽ വടക്ക് ദിശയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കും എങ്കിൽ പോലും അത് നിങ്ങൾ മുൻകൈയെടുത്ത് ചെയ്യേണ്ടതായി വരാം. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യുന്നതിലൂടെ ആ കാര്യങ്ങൾ ശുഭഫലമായി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന സൂചനയാകുന്നു. ഇവ കൊത്തി പറക്കുന്നു എങ്കിൽ, നടക്കുന്നു എങ്കിൽ, അത് ശബ്ദമുണ്ടാക്കുന്നു എങ്കിൽ, ഇവ കരയുന്നത് കേൾക്കുന്നത് അവിടേക്ക് തിരിഞ്ഞു നോക്കി ഇരു കൈയും നോക്കി നിങ്ങൾ ഓം നമോ നാരായണായ എന്ന് 3 വട്ടം പറയണം. അതായത് ഇവയുടെ ശബ്ദം എവിടേക്കാണോ, എവിടെ നിന്നാണോ നിങ്ങൾ കേൾക്കുന്നത് എങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് ഓം നമോ നാരായണായ എന്ന് 3 വട്ടം 3 തവണ നിങ്ങൾ പറയുക. ശുദ്ധിയോടെ തന്നെയാണ് പറയേണ്ടത്. അല്ലാത്ത പക്ഷം മനസ്സിൽ മാത്രമാണ് ഉരുവിടേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, വൈകിട്ട് വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന അതിവിശേഷപ്പെട്ടതായ നാമം നിങ്ങൾ 3 വട്ടം ജപിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഭഗവാന് മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. മഞ്ഞ പുഷ്പങ്ങളോ മറ്റ് കാര്യങ്ങളോ, അതായത് മധുരപലഹാരങ്ങൾ, പായസം തുടങ്ങിയ കാര്യങ്ങൾ സാധിക്കുമെങ്കിൽ അത്തരം കാര്യങ്ങളാണ് എങ്കിലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. 9 തവണ തീർച്ചയായും നിങ്ങൾ ജപിക്കേണ്ടത് അനിവാര്യമാണ്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നെയ്വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് കൂടുതൽ ശുഭകരമായി ഭവിക്കും എന്നാണ് പറയുക. ശേഷം ഭഗവാനോട് നിങ്ങൾ പറയണം, ചകോര പക്ഷിയുടെ ശകുനം സത്യമാകട്ടെ എന്ന്. ഏത് ദിശയിൽ നിന്ന് കാണുകയാണ് എങ്കിലും ഇപ്രകാരം നിങ്ങൾ പറയേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ധന ധാന്യ സൗഭാഗ്യമാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ശുഭകരമായ മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ ചില കാര്യങ്ങൾ അത് മാറ്റങ്ങളായി ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാകുന്നു. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാൻ അതിന്റെ ഫലം നൽകിയിരിക്കും എന്നാണ് പറയുക. എന്നാൽ ഇതൊരിക്കലും അവസാനിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മാത്രം അവസാനിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട ഒരു കാര്യം, അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തണം എന്നുള്ളതാണ്.
അന്നേ ദിവസം സാധിക്കും എങ്കിൽ ദർശനം നടത്തുക. സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും അടുത്ത ദിവസം നിങ്ങൾ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട്. ദർശനം നടത്തുകയും നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ആരാണോ കണ്ടത് ആ വ്യക്തിയുടെ പേരിൽ തന്നെ ഈ പുഷ്പാഞ്ജലി നിങ്ങൾ തീർച്ചയായും നടത്തേണ്ടതായിട്ടുണ്ട്. ഈ കാര്യം കൂടി തീർച്ചയായും ചെയ്യുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, ഇത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സൂചനകൾ തന്നെയാക്കുന്നു. അതായത് ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കൂടുതലായി അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന സൂചന. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുക എന്നുള്ളതാണ്. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിത്യവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ വന്നു ചേരുന്നതിനും ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് ശരിയായ രീതിയിൽ കടന്നു വരുന്നതിനും അത് സഹായകരമായി തീരും. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫലം ചോർത്തി കളയുന്നതായ ചില കാര്യങ്ങളുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. നിങ്ങൾ ഉപ്പനെ കാണുന്നതായ അവസരത്തിൽ നിങ്ങളുടെ കൂടെ മറ്റാരെങ്കിലും ഉണ്ട് എങ്കിൽ അവരെ നിങ്ങളായി വിളിച്ച് കാണിക്കരുത് എന്നുള്ളതാണ്. ഇപ്രകാരം നിങ്ങൾ വിളിച്ച് കാണിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് തന്നെ ശുഭകരമല്ലാതായി തീരും. അവർക്ക് കാണുവാൻ യോഗമുണ്ട് എങ്കിൽ തീർച്ചയായും അവർ കാണുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങളായി വിളിച്ച് കാണിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. ചിലർ ഇപ്രകാരം ഉപ്പനെ കാണുകയാണ് എങ്കിൽ ഉടനെ അടുത്തു നിൽക്കുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് ഇത്തരത്തിൽ ഒരു കാര്യം സംഭവിച്ചു, ഉപ്പനെ കണ്ടിരുന്നു എന്ന കാര്യം പറയുന്നതാണ്. ഇപ്രകാരം നിങ്ങൾ പറയുന്നതിലൂടെയും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ആ ഭാഗ്യം ലഭിക്കാതെ വരാവുന്നതാണ്. അഥവാ ഭാഗ്യാനുഭവങ്ങൾ കുറയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിനാൽ ഈ കാര്യം പുറമെ പറയാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭം. ചിലർ ഉപ്പനെ ഓടിച്ച് വിടുന്നതാണ്, അല്ലെങ്കിൽ കല്ലെടുത്തെറിയുകയോ അത്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഇപ്രകാരം ചെയ്യാൻ പാടുള്ളതല്ല. വീട്ടിലേക്ക് സൗഭാഗ്യം കടന്നു വരുമ്പോൾ വാതിൽ അടയ്ക്കുന്നതിന് തുല്യമായി തീരും. അതിനാൽ ഒരിക്കലും നിങ്ങൾ ഇപ്രകാരം ചെയ്യാൻ പാടുള്ളതല്ല. ഉപ്പനെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മുൻപ് പരാമർശിച്ച പോലെ തന്നെ ഭഗവാന്റെ നാമം ഉടനെ നിങ്ങൾ ഉരുവിടുക എന്നുള്ളതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ നിങ്ങൾക്ക് ജപിക്കാവുന്നതുമാണ്. ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ നിങ്ങൾക്ക് തീർച്ചയായും ഈ സമയം മനസ്സിൽ സ്മരിക്കാവുന്നതാണ്. സർവ്വ ഐശ്വര്യം തന്നെ ഫലമായി വന്നു ചേരും. ഈ കാര്യം ചെയ്യുന്നതിലൂടെ പൂർണ്ണമായ ഫലം തന്നെ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.